നല്ലൊരു കുടുംബ ചിത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേരുടെ കാര്യങ്ങൾക്ക് നല്ല ചിത്രമാണ്, എല്ലാവരും കാണേണ്ടതാണ്. നമുക്ക് കുറേ അറിവുകൾ ആ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പണത്തിൻ്റെ പിന്നാലെ പോകുന്നതിനെ കുറിച്ചും നമ്മുടെ കുടുംബത്തിൽ മക്കളെ വളർത്തുന്നതിൻ്റെ കുറവുകളെ കുറിച്ചൊക്കെ ആയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. പെട്ടെന്ന് സിനിമ തീർന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. നല്ല പടമാണ്. നിലവിൽ സ്വർഗം മൂവി നല്ല മൂവിയാണ്. 2 മണിക്കൂറേ ഉള്ളതാണ്. നല്ല എല്ലാ ആളുകളെയും, യുവാക്കളെയും വലിയ ആളുകളെയും മാതാപിതാക്കളെയും എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് നമ്മുടെ സ്വർഗം മൂവി. നല്ലൊരു ഫിലിമാണ്. ഞാൻ സ്വർഗം സിനിമ കണ്ട് ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിനിമ ക്ലൈമാക്സ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ സ്വർഗം കിട്ടിയ പ്രതീതിയാണ് നമുക്കുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ചലഞ്ചസൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി സിനിമയാക്കി ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമാണെന്നറിയോ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സമകാലിക രംഗത്ത് പ്രധാനമായിട്ട് നിൽക്കുന്ന നടന്മാരെയും നടിമാരെയും ഒക്കെ ഉൾപ്പെടുത്തി തന്നെ ഇതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളും കുടുംബ ബന്ധങ്ങളിലെ പ്രധാനപ്പെട്ട മൂല്യങ്ങളും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബം മുമ്പോട്ട് പോകേണ്ടതെന്ന് വളരെ മനോഹരമായി വരച്ചു കാട്ടുകയാണ് സ്വർഗം എന്നുള്ള സിനിമ. തീർച്ചയായിട്ടും എല്ലാവരും കുടുംബങ്ങളോട് കുടുംബമായി ഒന്നു ചേർന്ന് വന്ന് കാണേണ്ട സിനിമയാണ് സ്വർഗം. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ഒരു സ്വീകരണം ലോകം മുഴുവനും അതുപോലെ കേരളം മുഴുവനും ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത നല്ലൊരു സിനിമ, ഇങ്ങനത്തെ സാധാരണക്കാരൻ കാണാൻ പറ്റുന്ന കുടുംബ ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ സ്നേഹം നിറഞ്ഞ കലാസ്നേഹികളെല്ലാവരും, നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ കുടുംബ ചിത്രത്തെ ഏറ്റെടുക്കണം. കേരളം മുഴുവൻ ഏറ്റെടുക്കണം, ലോകം മുഴുവൻ ഏറ്റെടുക്കണം. നമുക്ക് നല്ല പാട്ടുകളുണ്ട്, നല്ല സന്ദേശമുണ്ട്. അത് തമാശ രൂപേണ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ചെറിയ തമാശയോടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾ ആരും ഇത് ഷോ തീർന്നു എന്ന് ഓർക്കരുത്. ഈ ഷോയെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് താങ്ക് യു. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള 15 പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട്. അവർ ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് ഒരു നഷ്ടമില്ലാതെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാം കൂടെ നിൽക്കണം. താങ്ക് യു വെരി മച്ച്.